അതെ, കള്ളുടിച്ചിട്ട് പറയുന്നത് വിചാരിക്കരുത്. അടിച്ചിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയുടെ കയ്യിരിക്കണ തല്ല് മേടിക്കരുത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ വെള്ളം അടിച്ച് വീട്ടിൽ ചെന്നപ്പോ അവള് പറ്റാത്ത എന്തോ പറഞ്ഞ് എന്നോട് ചൊറിഞ്ഞു. ഞാൻ നോക്കിയപ്പോ ഒരു ചെരവ് കിടക്കണു. അതെടുത്തിട്ട് ഞാൻ അവളെ അടിക്കാൻ ചെല്ലലും അവൾ അവിടുന്ന് മാറി ഞാൻ ചെരവയും കുത്തി വീണു. അങ്ങനെ പറ്റിയതാ. പൊന്നോ, അതെ, നിന്റെ മോനെ ഞാൻ കണ്ടപ്പോ അവൻ പറഞ്ഞു അമ്മച്ചി അപ്പന്റെ തലയിൽ ചെരവെടുത്ത് അടിച്ച് 4 തയ്യല് ആശുപത്രി പോയത്. ആ പന്നി അങ്ങനെയും പറഞ്ഞു. ചെറുക്കൻ കള്ളുപിടിച്ചിട്ട് പറയണല്ല. അല്ല, എനക്കൊരു ധൈര്യക്കുറവുണ്ടായിനല്ലോ ചെറുപ്പത്തില്. വലുതാകുമ്പോ നല്ലോണായി. കല്യാണം കഴിക്കുമ്പോ അത് കൂടി. കാരണം ഇവള് എന്നെ എപ്പോഴും കച്ചറയാക്കും, ചീത്ത പറയും. ഇതെന്റെ മന്മഥേട്ടനോട് ഞാൻ പറഞ്ഞു. അപ്പൊ അതുവരെ ഞാൻ ഇതൊന്നും കഴിക്കണ്ടായിട്ട. ഇതാ ഇത്ര പോലെ ഒരു സാധനം എനിക്ക് തന്നിട്ട് വീട്ടിൽ പോയി എന്തിനു പറയേണ്ടത്. ഓളെ മുമ്പ് ഞാനിങ്ങനെ നിന്നു. ഓളൊരു നോട്ടം, ഒരൊറ്റ പിന്നെ എപ്പോഴും ഇത് കഴിക്കും, പോവും, പിന്നെ ഓള് വിണ്ടൂല. കുരുവാണ്. അതിനൊക്കെ എന്റെ ഭാര്യ എന്നെ തല്ലും. എന്തിന്? കഴിച്ചില്ലെങ്കിൽ. ഒരു ദിവസം ഉണ്ടല്ലോടാ മോനെ, എനിക്ക് അടിക്കാൻ നിവൃത്തിയില്ല. 10ന്റെ കാശ് എൻ്റെ കയ്യില്ല. കുടുംബശ്രീന്ന് അവളെ ലോൺ എടുത്ത് വെച്ച് 500 എടുത്ത് തന്നിട്ട് പറയണേ, മന്മേട്ടാ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാൻ. അതാകണം ഭാര്യ, അങ്ങനെ ആയിരിക്കണം ഭാര്യ. അതാണ് ഭാര്യ. സാധനം തീർന്നില്ലടാ, തരാ. നീ കരയല്ലേ, അവനോടുക്ക്. അല്ല, ഇനി വേണം വേറെ ഒന്നുകൂടി മേടിക്കാം. സാധനത്തിന്റെ അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഭാര്യമാര് എല്ലാരും സന്തോഷമായിട്ടാ ജീവിക്കുന്നത്. എന്നെ കല്യാണം കഴിക്കാൻ എന്റെ അച്ഛൻ സമ്മതിക്കൂല മന്മേട്ട. അയാള് ചാകാതിരിക്കൊരു പെണ്ണ് കിട്ടൂല. കരയല്ലടാ വ്യാരി, അത്രക്ക് സങ്കടം അതെങ്കിൽ എന്റെ ഭാര്യ എടുത്തോ നീ. പ്യാരി, നിനക്ക് ഇനിയിപ്പോ പെണ്ണില്ലെങ്കിൽ എന്താ, നിനക്ക് പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഫിറ്ററാണവൻ. ഫിറ്ററ്. 10ാം ക്ലാസ് തോറ്റല്ലേ? എനിക്ക് പഠിക്കണമെന്നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പഠിക്കുകയും ചെയ്യുമായിരുന്നു. പഠിക്കാൻ ബുക്ക് എടുത്തു വെച്ച അപ്പൊ വരും ഉപദേശിക്കാം. അങ്ങനെ എനിക്ക് പഠിക്കാൻ തോന്നാതെ ചോറെടുത്ത് വെച്ച ഉപദേശം തൂറാൻ പോയവരെ അയാൾ ജീവിതം വെറുത്ത് വന്നേട്ടാ. എന്റെ അമ്മ പാവം സഹിക്കാണ് അയാളുടെ അടുത്ത്. ഇന്നലെ ഏതായാലും പോയപ്പോ ആ മൊയ്തുവിന്റെ മുതലേ ചെവിതിരിയുടെ മോമ കൊടുന്ന് പറഞ്ഞേക്കണേ. ഞാനെങ്ങനെ സഹിക്കും? ഇത്രയും വിഷമം സഹിക്കണമെങ്കിൽ നമുക്ക് പന്നീനെ ഇങ്ങോട്ട് തട്ടിയാലോ? വേണ്ട, എന്റെ നാക്കാണ് മുറിച്ചോളാ, പിന്നെ ഉപദേശിക്കില്ലല്ലോ. എന്ത് വേണം? തട്ടണോ? നാക്കും ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. പോയില്ലേ? അതല്ലേ ഇത് അങ്ങോട്ട് തീർത്തിട്ട് എന്റെ തന്തരത് പോയി 4 വർത്താനം പറയണം. വേണം. അയാളെ കെട്ടിച്ച് നമ്മൾ കെട്ടിക്കും. അന്തസായിട്ട് കൊറേ നാളായി ഒരുത്തന്റെ നെഞ്ചത്ത് കയറി. ഇവന്റെ തന്താങ്ക് പറഞ്ഞാ മനസ്സിലാവില്ല. എന്താ ചെയ്യാ? എന്ത് കണ്ടോ? അപ്പൊ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ? അപ്പൊ അതാ പറഞ്ഞവരുടെ നെഞ്ചത്തേക്ക് ഇടുക. നാട്ടുകാര് മുഴുവൻ ഞാൻ പറയണ ഓരോ വാക്കും ദൈവവചനം പോലെ കേൾക്കണത്. എന്നിട്ട് അത് അവരുടെ ജീവിതത്തിൽ പകർത്തിട്ട് അവരങ്ങോട്ട് നന്നാവുക. ഇവിടെ 2 എണ്ണം. എന്താ കാര്യം? നീ എന്തൊരു പുച്ഛം നിന്റെ മുഖത്ത്. എന്തൊരു പുച്ഛം നിനക്ക്. ഒരു വലിയ അങ്ങോട്ട് കൽപ്പിക്കില്ല അച്ഛന്. എന്താ പിന്നെ ചെയ്യാ? ഞാൻ നിൽക്കത്തില്ല, ഞാൻ പോവാ. ഇവിടെ നിന്ന് അയാളെ കഴിച്ചലാവൂലെന്ന്. ഞാൻ പറഞ്ഞതിലും എന്നെ തെറ്റുണ്ടാവും കേട്ടോ. ഈ പൈപ്പ് നോക്ക്. എന്താ അല്ല, അപ്പൊ എന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. 1 ഇഞ്ച് കനത്തിലുള്ള പൈപ്പ്. അപ്പത് 1 ഇഞ്ച് കനത്തിലുള്ള പൈപ്പ് നമ്മൾ എന്തിനാ മേടിക്കണത്? 1 ഇഞ്ച് കനത്തിൽ വെള്ളം വരാനല്ലേ. അതാ മേടിച്ചിട്ട് അത് 1/2 ഇഞ്ച് കനത്തിലേക്ക് ഇങ്ങനെ അമർത്തി പിടിക്കണ. അതിന്റെ ഉദ്ദേശം എന്താ? ആ പറയുമ്പോ ചെയ്തതിന്റെ സമയം എന്റെ മുഖത്തേക്കുള്ളതേ
അറിവുള്ള ഒരാൾ പറയുമ്പോ അത് കേൾക്കല്ലേ? ചെടി നനയാന്നുള്ളതല്ലോ. ഈ സാധനം എന്താ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ഇത് കെട്ടലാക്കി പണിയേ. പ്രഷർ ഇവിടെ ഇതാക്കില്ലേ? ഇത്ര പ്രഷറിൽ വെള്ളം വരെ ഇങ്ങനെ അങ്ങനെ അടച്ചാ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തള്ളിയില്ലേ? അതിനാളി അതിന്റെ അവിടെ ഫ്രണ്ട് ഇവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു സാധനം ഒരു സുനാപ്പി ഉണ്ടല്ലോ, അതന്നല്ലേ ഞാൻ പറഞ്ഞ. അത് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ കേക്കട്ടെ. മേടിച്ചിട്ടാ മതി മണ്ടു, മേടിച്ചിട്ടാ മതി. തട്ടത്തെ ഒരു തോരണം അങ്ങനെ ഇട്ടാ പോരെ. മതിയാ അതിലെ പറഞ്ഞേ കേട്ടോ. എന്താ എത്ര നാളായിട്ട് മേടിക്കാത്തേ? അത് ശരി. അപ്പൊ എനിക്ക് ഇവിടുന്ന് പോണ്ടേ? എന്താ പറഞ്ഞേ? ചായ. അതെ, ചായ. ചായ കുടിക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കേ. ചായ കുടിച്ചു. പിന്നെ എന്താ ഇത് വിശേഷം? ഒന്നുമില്ല, ഞാൻ വഴിയിൽ സത്യേട്ടനെ കണ്ടപ്പോഴേ സത്യേട്ടൻ ഇവിടെ ഇറക്കി തരുകയും ചെയ്തു. ഇറക്കി കൊടുത്ത് ഞാൻ പോവുക. ഞാനുണ്ട്, ഞാൻ വരുന്നുണ്ട്. ചായ കുടിക്കാം. വേണ്ട വേണ്ട, ഞാനെന്താ വെച്ചാൽ അളിയനെ കണ്ടിട്ട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞൂടി. ഒന്നുമില്ല, മറ്റേ നമ്മുടെ രജിസ്ട്രേഷന്റെ കാര്യം. അപ്പൊ നാളെയാണ് രജിസ്റ്റർ ചെയ്യണത്. അപ്പൊ ഈ വിവരം ഫോണിൽ വിളിച്ച് പറഞ്ഞ അളിയന് ഇഷ്ടാവൂല. അപ്പൊ ഒന്ന് നേരിട്ട് വന്ന് കണ്ട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏതാ ഷാഫിസാ? അത് നമ്മുടെ അവിടെ അടുത്തുള്ളത് തന്നെ, അടുത്തെന്ന് വെച്ചാൽ വളയൂര്. വളയൂര് ഷാഫി. കേട്ടാ, അപ്പൊ നാളെയാണ് രജിസ്ട്രേഷൻ. അവിടെ കുഴപ്പമില്ല അല്ലേ? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. അവിടെ ഭംഗിയായിട്ട് നടന്നോളൂ. മന്മകനൊരു കാര്യം അതാണ് സത്യം. തമ്പേ മാറിക്കോ. താനൊരു തന്തയുടെ തമ്പേ എന്റെ ചെറുക്കനെ അല്ലേ? ഇത്ര നാളായിട്ട് അവനൊരു കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് പറ്റിയോ? വക്കീലാണ് എന്റെ അനിയൻ. ഇന്ന് മുതൽ ഇവൻ എന്റെ മകനാ. 30 വയസ്സ് കഴിഞ്ഞാണ് അവന്. ഇതുവരെ അവനൊരു പെണ്ണ് കെട്ടിച്ചാണോ താൻ? ചോദിക്കോച്ചേട്ടാ, എന്റെ പൊന്നെ പുറഞ്ഞിരിക്കുന്നത് എത്ര കാലായോ? കെട്ടിച്ചു വിടണമല്ലോ. എന്താണ് എന്താണ് ഇങ്ങോട്ട് മാറിക്കടാ, ഇങ്ങോട്ട് മാറി നിൽക്കുന്നു. അവൻ ഒറ്റയ്ക്ക് നിന്നോളൂ, നീ അങ്ങോട്ട് മാറും. ആരും ഇങ്ങോട്ട് നിൽക്കാൻ. ഒറ്റയ്ക്കുന്ന അവൻ വീഴും. അവൻ വീടില്ല. പിടിച്ചോ, വീഴാനോ നമുക്ക് നാണക്കെട്ടുണ്ടാക്കണം. നീ വീണ താഴെ കിടക്കും. കൂട്ടത്തിൽ എന്റെ കയ്യിൽ ചവിട്ട് കിട്ടും നിനക്ക്. നീ കുടിച്ചിട്ടുണ്ടാ? കുടിച്ചിട്ടുണ്ടാ? കഴിച്ചിട്ടുണ്ട്. അമ്മാവനറിയാലോ സ്വഭാവത്തോടെ ഈ കുടുംബത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? അമ്മാവൻ വന്നിട്ട് എത്ര നേരമായി? ഞാൻ എത്ര നേരെങ്കിലും ആവട്ടെ. എന്നിട്ട് അതിന്റെ അകത്തോട്ട് കയറാൻ തോന്നിയില്ലല്ലോ. പോവാൻ നിൽക്കല്ലേ? ഞാനും എന്റെ അമ്മ അനുഭവിക്കാൻ ഇവിടെ കിടന്ന്. ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തമ്മ അയാളുടെ അടുത്തത്. മതി അളിയാ, മതി പറപ്പിച്ചത്. ഇത്ര കാലം ഞങ്ങൾ പറപ്പിച്ചോണ്ടിരുന്നല്ലോ. ആകെ ഒരു മോനേ ഉള്ളൂ. ഉപദേശിച്ച് അതിനെ ഈ കോലത്തിലാക്കി വെച്ച്. സത്യ, ഈ മനുഷ്യൻ എന്ന് വെച്ചാൽ ഇച്ഛാസ്വാതന്ത്ര്യമുള്ള ഒരു ജീവിയാ. ഇച്ഛാസ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? ഒരു അക്ഷരം നിങ്ങൾ ഇനി മിണ്ടരുത്. ഉപദേശിച്ച് ഈ കോലത്തിലാക്കി, എന്നിട്ട് നിർത്താനായിട്ടില്ല നിങ്ങൾക്ക്. ഉപദേശിക്കണമെങ്കിലേ ആദ്യം ഈ കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്തി തെളിയിക്കത്, എന്നിട്ട് ഉപദേശിക്കാൻ നടക്ക്. നാട്ടുകാരും വീട്ടുകാരും മൊത്തം തെറിപ്പിച്ച് അവരെല്ലാം ചുറ്റും നിന്ന് കളിയൊക്കെ ചിരിക്കുകയാണ് നിങ്ങളെ നോക്കി. നിങ്ങൾക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ചോദിക്കാനും പറയാൻ ആരില്ലെന്നോ സത്യ, ഞാൻ പറഞ്ഞതിന്റെ ഔചിത്യം എന്താന്ന് എനിക്ക് മനസ്സിലായോ? അത് ശരിയാ. അതേമാതിരി ഉണ്ടല്ലോ സത്യേട്ടാ, ഈ ബീവറേജ് തുറന്നതും ശരിക്കും അറിയാണ്ട്. അതെന്താ? എന്താ അനാഥശവം പോലല്ലേ റോഡിന്റെ അരികിൽ ഓരോന്ന് വന്ന് കിടക്കണ്. ആ കിടന്ന കിടപ്പില് എന്താ പ്രസംഗം വെച്ചിട്ടാ ചിലര്. അത് മാത്രല്ല പച്ച തെറിയും. തെറി പറയുന്നതുണ്ടല്ലോ, തെറി പറയുന്നത് സർക്കാരിനെയാവും. അപ്പൊ ഈ കിറ്റ് കൊടുത്ത കൂട്ടത്തിലേ ഒരു കുപ്പിയും കൂടി അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കണ്ടല്ലോ എന്നാ ആലോചിക്കുന്നത്. അതന്നെ ഉള്ളിൽ ചിന്ത. എന്നാ ഈ അരി കൊടുക്കണേറ്റ് നല്ലത് ആ കുപ്പി കൊടുത്താലും മതിയായിരുന്നു. ആ ജാതി ആൾക്കാര് മറ്റുള്ള രാജ്യങ്ങളില് സാധാരണത്തെ പോലെ പറയുന്നത്. അപ്പൊ ഇവിടെ ഉള്ള ഒറ്റകളുടെ ആ ഒരു കാട്ടിക്കൂട്ടലാണേ. കൈ കൊള്ളണ്ട. ഇല്ല. അയ്യ
അതവിടെ വെച്ചാ മതി. എന്തൊക്കെയാ എന്താ എത്ര നാളായി ഒന്ന് വന്നിരുന്നിട്ടും കാരണം ഞാൻ അങ്ങനെ 2-3 പ്രാവശ്യമായി സത്യേട്ടൻ അങ്ങനെ സ്വപ്നം കാണണേ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാ. അല്ല പെൻഷൻ കിട്ടി തുടങ്ങിയോ? ഏത് പെൻഷൻ? വാർദ്ധക്യ പെൻഷൻ. അതിന് പ്രായമായിട്ടില്ലല്ലോ. ഇനി 2 കൊല്ലം കൂടി 58 ആയിട്ടുള്ളൂ. സത്യേട്ടൻ അറിയാലോ. അതെ, കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ അത് ഇപ്പൊ വാങ്ങി അനുഭവിച്ചോ. ഈ പെൻഷൻ കാശ് കിട്ടി തുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുളിക വാങ്ങിക്കാൻ പോലും 5 പൈസ കിട്ടില്ല. അല്ല എന്തപ്പോ ഇപ്പൊ അങ്ങനെ പറയാ? അതങ്ങനെയാണ് ഇവിടെ അങ്ങനെ. അല്ല അപ്പോ പ്യാരിയൊക്കെ പോയി. അതാ കല്യാണം കഴിച്ചില്ലേ അന്ന് കഴിഞ്ഞു. ഇപ്പൊ അവിടെ തന്നെ ആലപ്പുഴയിലേ അവനെ ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് കല്യാണം കഴിച്ച പോലെയാണ്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഒന്നും ഇങ്ങോട്ട് വരും. അത് വന്നിട്ട് അവിടെ എന്താ നമ്മളെ അടുത്തൊന്ന് വരും, എൻ്റെ അടുത്തൊന്ന് വരും. പിന്നെ എന്തൊക്കെ ഓനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോ തോന്നിയ പോലെ പോകും. നല്ല 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 സ്വഭാവമുള്ള കുട്ടിയായിരുന്നല്ലോ. അതെ, അതിന് സ്വഭാവം എപ്പോഴും കുഴപ്പമില്ല. എപ്പം എങ്ങനെയുണ്ടെന്ന് മാത്രം. അല്ല വേറൊരു കാര്യം കേട്ടോ സത്യേട്ടാ, എന്റെ കാര്യത്തില് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാലേ എന്തൊരു കാര്യം ഉണ്ടായാലും അവളുടെ അടുത്ത് വന്നിട്ടേ തീരുമാനം എടുക്കും. പിന്നെ കയ്യില് കാശ് കിട്ടിയാലും അത് ആദ്യം അവളുടെ കൊടുക്കും. കല്യാണത്തിന്റെ മുമ്പ് വരെ ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ എന്താ പറയുക അതുപോലെ ചെയ്തിരുന്നുള്ളൂ. ഇപ്പൊ എന്താ അങ്ങനെ ആവാൻ കാരണം? ആ കല്യാണം കഴിയട്ടെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി കാണാം. ഇപ്പൊ എത്ര വയസ്സായി മോന്? ഇപ്പൊ ഈ ചിങ്ങത്തിലേക്ക് 26 ആവൂലോ. ആലോചനക്ക് സമയായി. അതിന്റെ നോക്കണം എന്നൊക്കെ വെച്ചിട്ട് തന്നെ. അല്ല എന്താ ഈ കഥ, എന്താ ഇത് കഥ? എന്താ പറഞ്ഞ സത്യേട്ടോ? അവിടെ ഉണ്ടോ? ഇതൊന്നുണ്ടോ? അത് നന്നായി. ചായ ചായ എടുക്കട്ടെ? വേണ്ട, ചായ ഉണ്ട്, ഞാൻ ഇപ്പൊ കുടിച്ചോളൂ. അല്ല ഞാൻ ഒരു മുറുക്കെ കുടിച്ചിട്ടുള്ളൂ. എനിക്ക് വേണ്ടേറ്റാ, ഞാൻ ഇപ്പൊ കുടിച്ചോന്ന്. ഓ ആയിക്കോട്ടെ. എന്നിട്ട് എന്താ എവിടെ പോയിട്ടാ? ഒന്നും പറയണ്ട എന്റെ സീതളേട്ടാ. ഞാൻ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടിട്ടേ പഞ്ചായത്ത് ഓഫീസിൽ പോയതേന്. റേഷൻ കാർഡ് ശരിയാക്കാൻ വേണ്ടിട്ട് ശരിയാണില്ല. നടക്കണേ എന്താ ശരിയാവാ? ശരിയാവണെന്ന് വെച്ചാൽ ഇന്ന് പാടി ചെന്നപ്പോ സെഷൻ ക്ലർക്ക് ലീവാ. സെക്ഷനല്ല ഹസൻ എന്നാണ്. ഹസൻ അതല്ല ആ സെഷനിലുള്ള സെക്ഷനിലെ ആ സെഷനിലെ ക്ലർക്ക് ലീവാണ്. അപ്പൊ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വരും. ഇത് നടത്താൻ തന്നെ എത്ര നടത്താൻ നടക്കണപ്പോ നല്ല ജീരക കിട്ടാനൊക്കെ ഇപ്പോഴത്തെ കുറെ ചെറുപ്പക്കാരുണ്ട് കേട്ടോ, നല്ല ആൾക്കാര്. അതും വേണം പറയാൻ. ചില ആൾക്കാർ അങ്ങോട്ട് വട്ടം ചുറ്റിക്കും. ഇതിപ്പോ എന്താ അറിയോ, റേഷൻ കാർഡ് ഇല്ലാത്തോണ്ട് കിറ്റ് വരെ കിട്ടില്ല. എന്റെ അപ്പൊ കാലവും പണിന്റെ ഓരോന്നും ഇല്ലല്ലോ. അല്ല പ്യാരി അവിടെ പോയി. പ്യാരി അവിടെ പോയി. അവൻ പിന്നെ അവിടെ എവിടെയെന്ന് പറ. സുമയുടെ അവിടെ. എങ്ങനെയുണ്ട്? പിന്നെ എന്താ ഇപ്പൊ റേഷൻ കാർഡിന്റെ കാര്യം? അല്ല അതിനപ്പൊ ഞാൻ സത്യേട്ടാ ഞാൻ വന്നതേ, ഈ പഞ്ചായത്തില് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? നമുക്കൊന്ന് സ്വാധീനം ചെലുത്തായി. അല്ലാണ്ട് കായൊന്നും കൊടുക്കാനില്ല. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് കിട്ടണ്ടി. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ അടുത്ത് സ്വാധീനം ചെലുത്തിയിട്ട് ഗുളികയ്ക്ക് പൈസ വാങ്ങിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ ഞാൻ പഞ്ചായത്തിൽ വന്നിട്ട് എന്ത് സ്വാധീനം ചെലുത്താനാണ്? ഇപ്പം ഞാനൊന്നും പറഞ്ഞ ആരൊന്നും കേൾക്കില്ല. എന്തിനാ വെറുതെ വില കെടാൻ വേണ്ടി പോണത്? ഈ മാത്രല്ല ഞാൻ അവിടെ വന്നിട്ട്